ഗാസ സുഖവാസ കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാജ്യാന്തര പിന്തുണയില്ലാതെ ഈ നീക്കത്തിന് പിന്നിൽ എന്താണ്? പാലസ്തീനികൾ ഇനി എവിടെ പോകും? അതൊരു ഒരാളിന്റെ ഒപ്പീനിയൻ എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് 2 രാജ്യങ്ങൾ സൃഷ്ടിക്കാനാണ്, ഒരു രാജ്യം സൃഷ്ടിക്കാനല്ല. ഇസ്രായേലും പാലസ്റ്റൈനും. ഇസ്രായേലിനെ സൃഷ്ടിച്ചത് മാത്രമല്ല, ഇസ്രായേൽ ഇന്ന് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് ആയിരിക്കുന്നു. അതേസമയത്ത് പാലസ്റ്റീനിയൻസ് വേർ വെർച്വൽ പ്രിസണേഴ്സ് ഇൻ ഗാസ. ഗാസയിൽ അവർ താമസിക്കുന്നല്ലാതെ ഒരു കൺട്രോളും ഇല്ലായിരുന്നു. അവിടെ ഇസ്രായേലി മിലിറ്ററിയാണ് അവരെ ഭരിച്ചിരുന്നത്. എവിടെ പോകണമെങ്കിലും പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടെ പോകണം. വളരെ ടോർച്വേഴ്സ് ആയിട്ടുള്ള ഒരു ഇംപ്രിസൺമെന്റ് ആയിരുന്നു അത്. പക്ഷെ അവരുടെ ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകും, ഒരു പാലസ്റ്റൈൻ സൃഷ്ടിക്കും. ഈ ഇഷ്യൂ മാറണമെങ്കിൽ ഒരു പാലസ്റ്റൈൻ സ്റ്റേറ്റ് ഉണ്ടാവണം. അത് ഉണ്ടാകാനുള്ള ഏക സ്ഥലം ഇന്നുള്ളത് ഗാസയാണ്. കാരണം അവർ സ്വതന്ത്രരല്ലായിരുന്നെങ്കിൽ പോലും അവിടെയാണ് അവർ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. അവർ എഡ്യൂക്കേഷൻ എല്ലാം മേക്കിംഗ് പ്രോഗ്രസ് ഓൾസോ. പിന്നെ ഹമാസ് ആണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഒരു പാലസ്റ്റീൻ സ്റ്റേറ്റ് ഇപ്പോഴും ഉണ്ടല്ലോ നോഷണലി. വെസ്റ്റ് ബാങ്ക്, ജോർഡന്റെ വെസ്റ്റ് ബാങ്കിൽ, ജോർഡൻ റിവറിന്റെ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നുണ്ട് കുറെ പാലസ്റ്റീനിയൻസ്. അപ്പോൾ ആ ഏരിയയും ഗാസയും കൂടെ ചേർന്നിട്ടാണ് പാലസ്റ്റൈൻ വേണ്ടതെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത്. അപ്പോൾ ഇത്രയും 45,000 ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വേണ്ടേ? അപ്പോൾ ഇത് അതിനെതിരായിട്ടാണ് പറയുന്നത്. അവരെ അവിടുന്ന് വെളിയിലാക്കണം. എവിടെ പോകാനാണ്? അടുത്തുള്ള അറബ് രാജ്യങ്ങളൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ദ ഹൈറ്റ് ഓഫ് ഐറണി, ഇങ്ങനെയുള്ള ഒരു സ്ഥലമെടുത്ത് അതൊരു വലിയ റിസോർട്ടാക്കി വലിയ പണക്കാർക്ക് വന്ന സമയങ്ങളിൽ അതൊരു ഇൻസൾട്ട് തന്നെയാണ് പാലസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം. ദിസ് ദ ഓൺലി ലാൻഡ് ദേ ഹാവ്. സോ അവരെ അവിടെ സെറ്റിൽ ചെയ്ത് എത്ര ചിലവുണ്ടായാലും അവരെ സെറ്റിൽ ചെയ്ത് അവർക്ക് ജീവിക്കാൻ സമ്മതിക്കുക. എന്നിട്ട് പാലസ്റ്റൈൻ്റെ ബോർഡേഴ്സ് നിശ്ചയിക്കുക. ജോർഡനിന് സ്ഥലം കൊടുക്കാമായിരിക്കും, ഈജിപ്തിന് സ്ഥലം കൊടുക്കാൻ പറ്റുമായിരിക്കും. അതാണ് നോക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ചെയ്തത് ഇങ്ങനൊരു ഡിക്ലറേഷൻ. അപ്പോൾ പലതിലും ഇതിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാം, ഇതിൽ നിന്നൊക്കെ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്യാൻ വരും, ഇത് പ്രാക്ടിക്കൽ അല്ല എന്നറിയാമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അത് വർക്കബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോളിസി എന്ന് തോന്നുന്നു. വ്യാപാര യുദ്ധം ലോകരാജ്യങ്ങളെ ബാധിക്കും. അതെ, വ്യാപാര യുദ്ധമാണ് അദ്ദേഹം ഈ പണിഷ്മെന്റ് ആയിട്ട് കണക്കാക്കി വയ്ക്കുന്നത്. അമേരിക്ക പറയുന്നത് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ, ഏതെങ്കിലും രാജ്യം ഒരു അഗ്രിമെന്റിൽ എത്തിയില്ല എങ്കിൽ ട്രേഡ് വാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്പോർട്ട്സ് ഒന്നും അനുവദിക്കില്ല, നമ്മുടെ എക്സ്പോർട്സ് ഒന്നും എല്ലാം ടാക്സ് കൂട്ടും. അത് ഒരു സാധാരണ രീതിയിൽ അതൊരു ലാസ്റ്റ് റിസോർട്ടാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം ഓരോന്ന് ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ 200% കൂട്ടാൻ പോകണോ? ഇപ്പൊ കനേഡിയൻസ് 200% അവരുടെ കൂട്ടി അവർക്കൊന്നും അമേരിക്കയിൽ വിൽക്കാനൊക്കില്ല, വില അത്രയും കൂടില്ലേ. അപ്പോൾ ആ രാജ്യങ്ങളിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് പറ്റും? മെക്സിക്കോ, അതുപോലെ തന്നെ കൊളംബിയ, ദേ ആർ ഓൾ ഡിപ്പെൻഡന്റ് ഓൺ ദി അമേരിക്കൻ ഇക്കോണമി. ദേ ഹാവ് ടു സ്റ്റാർവ്. അതാണ് പ്രശ്നം. അത് ബാധിക്കും, നമ്മളെ ബാധിക്കും. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഈ ഇനീഷ്യൽ എന്തൂസിയാസം കഴിയുമ്പോൾ he will sit down and talk about these things എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോൾ ട്രംപിന് മറുപടിയുമായിട്ട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി രംഗത്ത് വന്നിട്ടുണ്ട്. ഭീഷണി വേണ്ട, തിരിച്ചടിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഇനി സങ്കീർണമാനൊന്നുമില്ല. കംപ്ലീറ്റ്ലി ടോപ്സി ടർവി വെള്ളം അങ്ങനെ ആയിപ്പോയി. ഇനി അതിൽ നിന്ന് വി ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്, സ്ലോലി വർക്ക് ബാക്ക്. സാറിന് അതാണല്ല വയസ്സായിട്ടുള്ള പ്രസിഡന്റുമാരൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിക്ലറേഷൻ ഒക്കെ നടത്തിയാലും അത് എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കാതെ നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കുക. അതേ ഉള്ളൂ മാർഗമുള്ളൂ. ദാറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ UN ഓൾസോ. ദാറ്റ് ഇസ് ദ ഓൺലി വേ ടു ഡു ഇറ്റ്. ഇഫ് he just continues to send out people, etc., there will be chaos and there will be a lot of disruption in international communications. അതൊരിക്കലും ഒരു രാജ്യത്തിനും അനുവദിക്കാൻ കഴിയില്ല.